Hi friends, Computer and Mobile Tips YouTube ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ തമ്പനെയിൽ കണ്ടിട്ട് ഈ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമന്റ് നൽകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിനുശേഷം ഈ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമന്റ് ആണോ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണോ ലൈക്ക് ആണോ ഡിസ്ലൈക്ക് ആണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കാരണം ഞാനൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ആ പേജിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. ഒട്ടുമിക്ക മെസ്സേജുകൾ ഞാൻ വായിച്ചു നോക്കാറുണ്ട്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സംശയങ്ങളോ ആവശ്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. ഒരു പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് വന്നത്. അപ്പോൾ ഒരു മെസ്സേജ് അല്ല, ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലുള്ള ഒരുപാട് മെസ്സേജുകൾ ഫേസ്ബുക്കിൽ എനിക്ക് വരാറുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സംശയങ്ങളും മെസ്സേജുകളും എനിക്ക് വരാറുള്ളത്. മെസ്സേജിൽ അടങ്ങിയിരുന്ന കാര്യം ഇതായിരുന്നു: എനിക്കൊരു വ്യക്തിയുമായിട്ട് അടുത്ത റിലേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ ഞാൻ അവസാനിപ്പിച്ചു. എന്നാൽ പ്രശ്നം അവിടെയല്ല. പ്രശ്നം ഈ വ്യക്തിയുടെ കയ്യിൽ എൻ്റെ കുറെ ഫോട്ടോകളുണ്ട്. അയാളുടെ മൊബൈലിൽ കുറെ ഫോട്ടോകളുണ്ട്. ആ ഫോട്ടോകളൊക്കെ എനിക്ക് തിരിച്ചെടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ എനിക്ക് ആ ഫോട്ടോസ് തിരിച്ചെടുക്കാൻ സാധിക്കും? ഇതാണ് മെസ്സേജ്. ഇതേപോലുള്ള ഒരുപാട് മെസ്സേജുകൾ ഞാൻ പറഞ്ഞതുപോലെ സ്ഥിരം എനിക്ക് ഫേസ്ബുക്കിൽ വരാറുണ്ട്. ഈ മെസ്സേജ് വന്നതിന് ശേഷം ഇതിന് തുടർച്ചയായിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു. വളരെ ദയനീയമായിട്ടുള്ള രീതിയിലാണ് ആ മെസ്സേജുകളിലൊക്കെയുള്ള കണ്ടന്റ്. കാരണം ആരോ ഈ ഒരു വ്യക്തിയെ, മെസ്സേജ് അയക്കുന്ന വ്യക്തിയെ ചീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അയാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ മെസ്സേജിന്റെ ഒരു രീതി കണ്ടിട്ട് അതൊരു പെൺകുട്ടിയാണ് മെസ്സേജ് അയക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തത്, ഒന്നുകിൽ നിങ്ങൾക്കറിയാവുന്ന വ്യക്തിയുടെ കയ്യിലാണ് ഫോട്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുക, അവരുടെ മൊബൈൽ വാങ്ങി. അപ്പോൾ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് അതെങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള വഴി എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുന്നത് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒന്നുകിൽ സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസം അയാളുടെ കയ്യിൽ ആ ഫോട്ടോ ഉള്ളത് കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടാനാണ് ഞാൻ അവർക്ക് ഉപദേശം കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമ്മൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ചില റിലേഷനുകൾ, ആരുടെയെങ്കിലും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കാം, അവർ ചോദിക്കുന്ന ഏത് രീതിയിലുള്ള ഫോട്ടോസും നമുക്ക് അയച്ചു കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത, നമ്മളെ അവരുടെ സ്നേഹത്തിന് വേണ്ടി ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അയച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ, ആരുമായിട്ടാണോ റിലേഷൻ ഉള്ളത് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്ന് വരെ നിലനിൽക്കുന്നു അന്ന് വരെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോ സുരക്ഷിതമായിരിക്കും. എന്നാൽ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം ഏത് വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ ആണോ അത് ഇല്ലാതാകുന്ന സമയത്ത് തൊട്ട് നിങ്ങൾ അയച്ചു കൊടുത്ത ഓരോ ഫോട്ടോകളും ഓരോ വീഡിയോകളും നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങും. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഒരു കാരണവശാലും നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഒരു വ്യക്തിക്കും അയച്ചു കൊടുക്കാൻ പാടില്ല. അത് കാമുകനായാലും കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ചെറുക്കനായാലും ഭർത്താവിനാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ്, പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ അയച്ചു കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള വ്യക്തി, നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോ അയച്ചു കൊടുത്തു എന്ന് കരുതുക. അയാൾ ഒരുപക്ഷെ നിങ്ങളെ നല്ല രീതിയിലായിരിക്കും കാണുന്നത്. എന്നാൽ ഇയാളുടെ ഫോൺ കേടായി ഏതെങ്കിലും ഒരു സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുത്തു. നിങ്ങൾ അയച്ചു കൊടുത്ത ഫോട്ടോ അയാളുടെ ഫോണിലുണ്ട്. ഒരുപക്ഷെ അയാൾ അത് ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കാം സർവീസ് സെന്ററിൽ സർവീസിന് വേണ്ടി ഫോൺ കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ ഏത് രീതിയിൽ എറേസ് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ പോലും അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. സർവീസ് സെന്ററിൽ ഇരിക്കുന്നവരൊന്നും പുണ്യാളന്മാരല്ല. അവരൊരു പക്ഷേ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ഡേറ്റ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ ശ്രമിച്ചെന്ന് വരാം. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെയും മനുഷ്യരാണ് ഇരിക്കുന്നത്. നമ്മൾ ഫോൺ കേടായി കഴിഞ്ഞാൽ ഒരു കടയിൽ കൊണ്ട് കൊടുത്താൽ അവിടെയും ഇത് സംഭവിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ വാങ്ങുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഫോട്ടോകൾ അവരുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുത്തെന്ന് വരാം. സ്നേഹത്തിന്റെ പേരിലോ ബന്ധത്തിന്റെ പേരിലോ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ ഒരു ഫോട്ടോയിൽ നിന്നായിരിക്കാം. ആ ഫോട്ടോ പിന്നെ ഏതൊക്കെ രീതിയിലായിരിക്കാം മിസ്യൂസ് ചെയ്യപ്പെടുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. കാര്യം ഷെയർ ചെയ്യാനുള്ളത് പെൺകുട്ടികളോടാണ്. പെൺകുട്ടികൾക്ക് ഇതേപോലെയുള്ള വീഡിയോകളൊന്നും അയച്ചു കൊടുത്താൽ അവർ കാണത്തില്ല. അവര് സൗന്ദര്യവർദ്ധനവിന്റെയും ഗെയിമുകളുടെയും ഒക്കെ പുറകെയാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുകയും വേണ്ട. അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാനുള്ള സമയവുമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ഇതേപോലെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടിക്കഴിഞ്ഞാൽ അന്ന് കൈയും കാലും ഇട്ടടിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ഉണ്ടായിരിക്കണം. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ എവിടെ നിന്നും ഏതൊരു വ്യക്തിക്കും ഡൗൺലോഡ്
ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അറിയില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നും ഏതൊരു വ്യക്തിക്കും ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും, മിസ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും, ഡൗൺലോഡ് ചെയ്യുന്ന വ്യക്തിക്ക് അറിയാമായിരിക്കും. നിങ്ങളുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് ഉപയോഗിക്കപ്പെടാം. അതുകൊണ്ട് ഫേസ്ബുക്കിൽ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി 1-2 ഫോട്ടോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അല്ലാതെ ദിവസവും 2-3 ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് ലൈക്കും കമന്റും വേണമെന്നുള്ള വാശി ഒഴിവാക്കുക. അതും നല്ലൊരു ശീലമല്ല. കാരണം ഏതെങ്കിലും ഒരു ദിവസം പെട്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നേരത്തെ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന കാലമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതാണ്. സ്വന്തം രക്തബന്ധത്തിലുള്ളവർ പോലും കൊച്ചു കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന കാലം, മാതാവ് സ്വന്തം മകനെ വെട്ടിനുറുക്കി കത്തിക്കുന്ന കാലം. ഇങ്ങനെയുള്ള ഈ ലോകത്ത് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് മോർഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പുതിയ ടെക്നോളജികൾ കടന്നു വരുന്നതും നല്ലതാണ്. എന്നാൽ ഇതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അതിൽ അകപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അജ്ഞതയെ മറ്റൊരു വ്യക്തി മുതലെടുക്കാൻ ഇടവരരുത്. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ്. ഇന്റർനെറ്റിന്റെ ലോകത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മാത്രമേ മുമ്പോട്ട് പോകാവൂ. അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, IMO ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഏതൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻ ആണെങ്കിലും വളരെ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക. അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ എടുത്ത് അതിനെ കൂടുതൽ എന്റർടൈൻ ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾക്ക് അറിയാത്ത വ്യക്തികൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ. വാട്സപ്പിലാണെങ്കിലും നിങ്ങൾക്കറിയാത്ത നമ്പറുകളിൽ നിന്നുള്ള മെസ്സേജുകൾ നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള നമ്പറുകളും നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ ചിലരോട് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകത്തില്ല, അവരത് ഗ്രഹിക്കത്തില്ല. അതിൽ മുമ്പോട്ടുണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒരു പഴയ പഴഞ്ചൊല്ലാണ്, അറിയാത്ത പിള്ള ചൊറിയുമ്പം അറിയും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർക്ക് വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വിവരം എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായിട്ടുള്ള ബെൽ ഐക്കണിൽ ഒന്ന് അമർത്തിയേക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഞാൻ വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.